നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കാറിൽ കയറിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ബേപ്പൂർ സ്വദേശി യാസർ അറാഫത്ത്. ഭക്തജനസാഗരത്താൽ തിങ്ങി നിറഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. ഭക്തജനസഹസ്രങ്ങൾ ഒഴുകിയെത്തിയത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെച്ചു. ഇരിട്ടി ഗ്രീൻ ലീഫ് പാർക്കിലെ മരം കടപുഴകി വീണു. പാർക്കിൽ ആളില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വിശദമായ വാർത്തകളിലേക്ക്. കൂട്ടുപുഴയിൽ എക്സൈസ് പരിശോധനയ്ക്കിടെ കാറിൽ കയറിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയ ആളെ പിടികൂടി. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനം പരിശോധനയ്ക്കിടയിൽ കാറിൽ കയറിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുപോയി വഴിയിൽ ഇറക്കി കടന്ന ആളെയാണ് പിടികൂടിയത്. വാഹനം പരിശോധിക്കവേ ജീവനക്കാരെ തട്ടിയിട്ടാണ് നിർത്താതെ വാഹനം കടന്നുപോയത്. പ്രതിയായ ബേപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയാണ് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അന്വേഷണത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ്, കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ T ഷിജുമോൻ, പ്രിവൻറ്റീവ് ഓഫീസർ K പ്രദീപ് കുമാർ, CEO മാരായ സച്ചിൻ ദാസ്, നിതിൻ ചോമാരി എന്നിവരും ഇരിട്ടി SI സനീഷ്, സീനിയർ CPOമാരായ അനൂപ്, ഷിജോയ്, ഷൗക്കത്ത് അലി, നിജീഷ് എന്നിവരും ചേർന്നാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടിയിൽ ഗ്രീൻ ലീഫ് പാർക്കിലെ മരം കടപുഴകി വീണു. പാർക്കിൽ ആളില്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഇരിട്ടി പാലത്തിന് സമീപത്തുള്ള ഗ്രീൻ ലീഫ് പാർക്കിലെ മരം കടപുഴകി വീണത്. അടിവശം ദ്രവിച്ച മരം പുഴയുടെ ഭാഗത്തേക്കാണ് വീണത്. പല ദിവസങ്ങളിലും ഇവിടെ ആളുകൾ വിശ്രമിക്കാനെത്താറുണ്ട്. എന്നാൽ ഈ സമയം ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മരം വീണതിനെ തുടർന്ന് നടപ്പാതയുടെ കൈവരികൾ ഉൾപ്പെടെ തകർന്നിട്ടുമുണ്ട്. നേതൃത്വത്തിൽ പണിത ഈ മനോഹരമായ പാർക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണിയോടുകൂടി കനത്ത കാറ്റിൽ ഈ മരം പൊട്ടി വീഴുകയും വലിയ നാശനഷ്ടവും സംഭവിച്ചിരിക്കുകയാണ്. പായം ഗ്രാമപഞ്ചായത്തും അതുപോലെ ഗ്രീൻ ലീഫും സംയുക്തമായി ചേർന്ന് നടത്തിയ ഈ പാർക്കിൽ നിരവധിയായ ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. വലിയ അപകടമാണ് സത്യത്തിൽ ഇവിടെ ഒഴിവായിട്ടുള്ളത്. കാരണം ഈ സമയത്ത് ആളുകൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ നഷ്ടം ഈ പാർക്കിൻ്റെ ഈ സൈഡ് വേലിയും അതുപോലെ ഇൻ്റർലോക്ക് ഉൾപ്പെടെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. വലിയ നഷ്ടമുണ്ട്. എന്തായാലും ഇതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനം അത് അടുത്ത ദിവസം തന്നെ ചെയ്ത് വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതാണെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാക്കയങ്ങാട് ആയിച്ചോത്ത് നിയന്ത്രണം വിട്ട കാർ മരക്കുറ്റിയിൽ ഇടിച്ച് അപകടം. തൃശൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കാക്കയങ്ങാട് ആയിച്ചോത്ത് വെച്ച് ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുകയായിരുന്ന തൃശൂർ സ്വദേശികളായ 3 അംഗ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തില്ലങ്കേരി കടുക്കാപ്പാലത്തെ ബന്ധു വീട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിലായിരുന്നു ആയിച്ചോത്ത് വെച്ച് അപകടം നടന്നത്. അപകടത്തിൽ ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം വലിയവട്ടളം പായസം പെരുമാൾക്ക് സമർപ്പിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാന് സമർപ്പിക്കുന്ന വലിയവട്ടളം പായസ നിവേദ്യമാണ് ചതുശതം എന്നറിയപ്പെടുന്നത്. തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദ്യം ആരംഭിച്ചത്. 100 ഇടങ്ങഴി അരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത്. പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസ നിവേദ്യം വിതരണം ചെയ്തു. വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അരിയളവും നടന്നു. കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാടാണ് നിശ്ചിത അളവ് അരി സ്വർണ്ണത്തളികയിൽ പകർന്നു നൽകിയത്.
രാത്രി പൂജയ്ക്ക് ശേഷം 4 തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും 7 ഇലക്കാർക്ക് പഴവും ശർക്കരയും നൽകി. തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടാകാറുള്ളൂ. രണ്ടാമത്തെ ചതുശതമായ പുണർദം ചതുശതം ഞായറാഴ്ച നടക്കും. സജേഷ് നാമത്ത്, ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തിയത് വലിയ ഗതാഗതക്കുരുക്കിനാണ് വഴിവെച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് 10 മണിയോടെ തന്നെ മൂർധന്യാവസ്ഥയിലെത്തി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തിയതോടെ വലിയ ഗതാഗതക്കുരുക്കിനാണ് വഴിവെച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് 10 മണിയോടെ തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തി. ഉച്ചയോടെ ഗതാഗതക്കുരുക്കിന് നേരിയ കുറവ് വന്നെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. കൊട്ടിയൂർ മുതൽ കണിച്ചാർ വരെയുണ്ടായ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയത്. ഉച്ചയോടെ പെയ്ത കനത്ത മഴയും ഗതാഗതക്കുരുക്കിൽപ്പെട്ടവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ പലർക്കും അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ ദർശനം നടത്താൻ കഴിഞ്ഞില്ല. ഒഴിവു ദിനമായതിനാൽ തന്നെ കൂടുതൽ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൊട്ടിയൂരിലേക്ക് എത്തിയതാണ് വൻ ഭക്തജനത്തിരക്കിനും അതുവഴിയുള്ള ഗതാഗതക്കുരുക്കിനും കാരണമായത്. കേളകം പോലീസിന്റെ നേതൃത്വത്തിൽ ചുങ്കക്കുന്ന് നിന്ന് സമാന്തര പാത വഴി വാഹനങ്ങൾ കടത്തിവിട്ടുവരുന്നുവെങ്കിലും സമാന്തര പാതയിലും സമാനമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ചെറുതും വലുതുമായ വാഹനങ്ങളുടെ നിലക്കാത്ത പ്രവാഹത്തിൽ ഭക്തജനങ്ങൾ കൂടുതൽ വീർപ്പുമുട്ടി. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നത്. നീണ്ടുനോക്കി മുതൽ പന്ന്യാമല വരെയുള്ള സമാന്തര പാതയിൽ മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഭക്തജനസാഗരത്താൽ തിങ്ങി നിറഞ്ഞ് കൊട്ടിയൂർ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അക്കരെ സന്നിധാനം ഇക്കരെ സന്നിധാനവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. ഭക്തജനസാഗരത്താൽ തിങ്ങി നിറഞ്ഞ് കൊട്ടിയൂർ. അക്കരെ സന്നിധാനവും ഇക്കരെ സന്നിധാനവും ഭക്തജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. തിരുവാതിര ചതുശതം തൃക്കൂർ അരിയളവും നടക്കുന്ന ശനിയാഴ്ച പതിവിലും കൂടുതൽ ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. അക്കരെ സന്നിധാനവും ഇക്കരെ സന്നിധാനവും പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കലംവരവിൻ്റെ അവസാന ഒഴിവു ദിവസം ആയതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിലെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ഭക്തജനങ്ങളുടെ വമ്പിച്ച തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ദർശനത്തിനായി കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ തരത്തിലുള്ള ക്യൂ ആണ് അനുഭവപ്പെട്ടത്. മണിത്തറയിലുള്ള ക്യൂ കിഴക്കേ നടയിലെ മന്നഞ്ചേരി വരെയും പടിഞ്ഞാറേ നടയിലുള്ളത് ഇടബാവലി വരെയും നീണ്ടു. കൊട്ടിയൂർ ദേവസ്ഥന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്തിന് സമീപം പുതിയ പാർക്കിംഗ് സൗകര്യമൊരുക്കിയെങ്കിലും കൊട്ടിയൂരിൽ നിന്നും കിലോമീറ്ററുകളോളം ദൂരമുള്ള കണിച്ചാർ വരെയാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത്.
കനത്ത ചൂടിലും ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയിലും ഭക്തജനങ്ങൾ ഇവയൊന്നും വകവയ്ക്കാതെ ഒഴുകിയെത്തിയപ്പോൾ ദേവസ്വം വളണ്ടിയർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നു. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഭക്തജനങ്ങളിൽ പലർക്കും ദർശനം തന്നെ ലഭിച്ചത്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഭക്തജനത്തിരക്ക് ഉച്ചയോടുകൂടി വർദ്ധിക്കുകയായിരുന്നു. ഈ വർഷം വൈശാഖ മഹോത്സവം തുടങ്ങിയതിൽ ഏറ്റവും വലിയ തിരക്കാണ് തിരുവാതിര ചതുശതം നാളിൽ അനുഭവപ്പെട്ടത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പൊതുശുചീകരണത്തിന്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ സന്നദ്ധ സംഘടനകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മുല്ലപ്പള്ളി തോടും പരിസര പ്രദേശവും ശുചീകരിച്ചു. വാർഡ് മെമ്പർ KV ബാബുവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടന്നത്. പൊതുശുചീകരണത്തിന്റെ ഭാഗമായാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ സന്നദ്ധ സംഘടനകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടന്നത്. മുല്ലപ്പള്ളി തോടും പരിസര പ്രദേശത്തുമാണ് ശുചീകരണ പ്രവൃത്തി നടന്നത്. വാർഡ് മെമ്പർ KV ബാബുവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. വിജയൻ ഓർക്കാട്ടേരി, രാജൻ കുഞ്ഞിപ്പറമ്പത്ത്, ജോസ് കാവനമാലിൽ, വർഗീസ് കുറുമ്പുറം, അമ്പിളി കുറുമ്പുറം, പ്രീത സത്യൻ, സജയ സോജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇവിടെ ആറ്റാഞ്ചേരി മുല്ലപ്പള്ളി നീർക്കടത്തിൽ ഈ കാലവർഷത്തിൽ വന്നടിഞ്ഞ കുപ്പിയും മറ്റ് പാഴ്വസ്തുക്കളും നമ്മുടെ 7-ാം വാർഡിലെ സന്നദ്ധ സംഘടനയായ തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം കൂടി സംയുക്തമായിട്ട് വൃത്തിയാക്കുവാണ്. ഈ അവസരത്തിൽ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ തോടിൻ്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകൾ കുപ്പിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക. ഹരിതകർമ്മ സേന വന്നെടുക്കും. അത് പുഴയിലേക്ക് വലിച്ചെറിയരുത്, പുഴ മലിനമാക്കരുത്. നമ്മുടെ കുടിവെള്ള സ്രോതസ്സാണ്, ആ സ്രോതസ് മലിനമാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ പിന്നെ തന്നെ 5-6 ചാക്ക് കുപ്പി വിറക്കിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലീനിങ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഈ കഴിഞ്ഞ മഴയ്ക്കാണ് ഈ സാധനങ്ങൾ കുപ്പികളും സാധനങ്ങൾ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അഭ്യർത്ഥിക്കാനുള്ളത്, പുഴയുടെ സൈഡിലുള്ളവർ ഒരു കാരണവശാലും കുപ്പി പുഴയിലേക്ക് വലിച്ചെറിയരുത്, നമ്മുടെ തന്നെ ജലസ്രോതസ് നമ്മൾ മലിനമാക്കരുത് എന്ന് ഇത്രയേ പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. പേരാവൂർ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1977-78 ബാച്ചിൻ്റെ 2ാമത് ഒത്തുചേരൽ ഓർമ്മ 78 പേരാവൂർ രാജധാനി ഹാളിൽ നടന്നു. T. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 ബാച്ചിന്റെ 2ാമത് ഒത്തുചേരലാണ് ഓർമ്മ 78 എന്ന പേരിൽ പേരാവൂർ രാജധാനി ഹാളിൽ നടന്നത്. പരിപാടി സഹപാഠി T. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ല ഒഴുക്കോട് കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് അത്തരത്തിൽ സംസാരിക്കാൻ എൻ്റെ വോക്കൽ കോഡിൻ്റെ ഘടന അനുവദിക്കുന്നില്ല. അസുഖം വന്ന് കുറേ ഭാഗം എടുത്തു കളഞ്ഞതിൻ്റെ ബാക്കി ആണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ സൈസ്. നമ്മൾ 1977-78 SSLC ബാച്ചിൻ്റെ ഓർമ്മ 78-ൻ്റെ 2ാം സംഗമ ദിവസമാണ് ഇന്ന്. ഏറെ ഇടവേളകൾക്ക് ശേഷമാണെങ്കിലും ഇങ്ങനെ ഈ സംഗമം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നെടും തൂണുകളിലൊന്നായിരുന്ന ബേബി തോമസിൻ്റെ അകാല നിര്യാണം നമ്മളെ ഏറെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. അതുപോലെ കാക്കങ്ങാടുള്ള ഒരു രവിയും 1ാം സംഗമത്തിന് ശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞു. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാ സഹപാഠി സുഹൃത്തുക്കളെയും നമുക്ക് ദുഃഖത്തോടെ സ്മരിക്കാം. നമ്മുടെ ആദ്യ സംഗമത്തിന് ശേഷം ഈ ഗ്രൂപ്പിലെ കുറേ പേര് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കുകയും ഈ ബേബി തോമസ് അടക്കമുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേബി ജോൺ തെങ്ങുംപള്ളി അധ്യക്ഷനായി. ചടങ്ങിൽ ചെസ് ചാമ്പ്യനും സഹപാഠിയുമായ VN വിശ്വനാഥനെ സഹപാഠികൾ ചേർന്ന് പൊന്നാടിയിട്ട് ആദരിച്ചു. K. മണികണ്ഠൻ, PK ജയചന്ദ്രൻ, K. ശ്രീധരൻ, അന്നക്കുട്ടി വരവുകാലായിൽ, രജിത വടകര, ജോൺ കൊച്ചുതാഴം, KS മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. 100ഓളം സഹപാഠികളാണ് ഒത്തുചേരലിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിക്കുന്ന കിണർ ഇടിഞ്ഞു. പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനായി സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന കിണറാണ് ഇടിഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് കിണറിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയത്. കനത്ത മഴയെ തുടർന്നാണ് കിണർ ഇടിഞ്ഞത്. ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.
SDPI പേരാവൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. SDPI പേരാവൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് മുച്ചൂടും കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം രാഹുൽ ഗാന്ധി ഈ എക്സിറ്റ് പോൾ സർവേയുമായി ബന്ധപ്പെട്ട് വലിയൊരു അഴിമതി ആരോപണത്തെ കുറിച്ച് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് അതാണ്. എക്സിറ്റ് പോൾ സർവേയുമായി ബന്ധപ്പെട്ട് ഈ സർവേ വരുന്നതിന് മുമ്പ് തന്നെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള ആളുകള് രാജ്യത്തെ ഓഹരി വിപണിയില് പണം മുടക്കുന്ന ആളുകളോട് നിങ്ങൾ ഓഹരി വാങ്ങിക്കാൻ പറയുകയാണ്. എക്സിറ്റ് പോൾ സർവേ പുറത്തു വന്നതോടുകൂടി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലാഭം വരികയാണ്. ആ എക്സിറ്റ് പോൾ സർവേകൾ ഞാനന്ന് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ ഒരാള് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു എഴുത്തുണ്ടായിരുന്നു. ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SDPI പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് യൂനിസ് ഉളിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇബ്രാഹിം കൂത്തുപറമ്പ്, സൗദ നസീർ, മണ്ഡലം സെക്രട്ടറി റിയാസ് നാലകത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷറഫ് നടുവനാട്, മണ്ഡലം കമ്മിറ്റി അംഗം ആയിഷ സമദ്, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് മണ്ഡലം പ്രസിഡന്റ് സഫ്രീന ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ കിറ്റ് വിതരണം തില്ലങ്കേരി പടിക്കച്ചാലിൽ നടന്നു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തില്ലങ്കേരി പടിക്കച്ചാലിൽ വെച്ച് പഠനോപകരണ കിറ്റ് വിതരണം നടത്തിയത്. കിറ്റ് വിതരണം തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. വരുന്ന മനുഷ്യനെ നമുക്ക് അച്ഛനെന്ന് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? ഭാര്യയുടെ ശവസംസ്കാരം, അതായത് ഒറ്റമുറി വീട്ടിൽ, ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന അച്ഛനും അമ്മയും 3 മക്കളും താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഈ അച്ഛൻ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചൂലിനടുത്ത് തളർന്നു കിടക്കുന്ന അമ്മയെയാണ് കണ്ടത്. ആ അമ്മയെ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ മരണപ്പെട്ടു. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ആ വീട്ടിൽ എത്രയും ചെറിയൊരു വാടക കെട്ടിടത്തിലാണ് അവർ താമസിക്കുന്നത്. ശവസംസ്കാരത്തിന് സ്ഥലമില്ല. അപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞു, നോക്കൂ, നമ്മുടെ പൊതു ശ്മശാനമുണ്ട്, നമുക്ക് അവിടെ സംസ്കരിക്കാം. മക്കളല്ലേ, കുഞ്ഞുമക്കളല്ലേ, വേറെ ആരും അധികം കാത്തിരിക്കാനൊന്നുമില്ല. ആശുപത്രിയിൽ നിന്ന് തന്നെ അവിടത്തേക്ക് പോയി സംസ്കാരം വഴി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന അച്ഛന്റെ ഓർമ്മകളിൽ കൂടിയാണ് നെയ്പായസം എന്ന കഥ കടന്നു പോകുന്നത്. ആ തിരിച്ചു വരുമ്പോൾ ഈ അച്ഛൻ ആലോചിക്കുകയാണ്, 3 കുട്ടികളുടെ, തന്റെ 3 കുഞ്ഞുങ്ങളുടെ അമ്മ, അവരെ നമുക്ക് അമ്മയെന്ന് മരിച്ചുപോയ സ്ത്രീയെ നമുക്ക് അമ്മയെന്ന് കൂടി വിളിക്കാം. അവൾ എന്നോട് അവസാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു. നമുക്ക് എപ്പോഴാണ് ആലോചിക്കുന്നത്? ഇപ്പോഴും എവിടെയുണ്ടല്ലോ അച്ഛന്മാരും അമ്മമാരെല്ലാം ഉണ്ടല്ലോ. എപ്പോഴാണ് അമ്മയെ കുറിച്ച് ആലോചിക്കുന്നത്? അമ്മ അവൾ എന്നോട് അവസാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു. വാർഡ് മെമ്പർ N. മനോജ് അധ്യക്ഷത വഹിച്ചു. മൂകാംബിക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇൻചാർജ് ബിജു ബാലൻ നമ്പ്യാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിമല, പഞ്ചായത്ത് അംഗം PT. മനീഷ, CDS ചെയർപേഴ്സൺ ഷിംല, K. അവിഘ്ന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിജയങ്ങൾ കൈവരിച്ച ആളുകൾക്ക് അനുമോദനങ്ങളും വിജയോത്സവങ്ങളും എല്ലാം നടക്കുന്ന സന്ദർഭമാണ്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യത്തോടെ നടന്നു. അതിൽ വിജയം വരിച്ചവർ, ഭരണം നിലനിർത്തിയ പ്രധാനമന്ത്രി അഭിനന്ദനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്ലാദം അവരെ നടത്തുകയാണ്. പ്രതിപക്ഷം കൂടുതൽ ശക്തമായതിന്റെ ഉത്സാഹത്തിലും ആവേശത്തിലും പ്രതിപക്ഷ നേതൃനിര നിൽക്കുകയാണ്. അതേപോലെ വിജയിച്ച ആളുകളെല്ലാം അവരുടേതായ രൂപത്തിലുള്ള വിജയോത്സവങ്ങൾ നടത്തുകയാണ്. നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു, അതിലെ വിജയികൾ അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഉള്ള
ആഘോഷങ്ങൾ നടത്തുന്നു. JEE പരീക്ഷയുടെ, SLC ഹയർ സെക്കൻഡറി, അങ്ങനെ എല്ലാ വിജയങ്ങൾക്കും അതിൻ്റെതായ രൂപത്തിൽ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. വ്യാപാരികളുടെ മക്കൾ വ്യാപാരികളോ അല്ലെങ്കിൽ അതിലുപരിയായോ മാറേണ്ട ആളുകൾ തന്നെയാണ്. വ്യാപാരം ഒരു മോശം മേഖലയല്ല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപാര മേഖലയെ, വാണിജ്യ മേഖലയെ, ഒന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പിന്നെ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, വ്യാപാരം, വാണിജ്യം, വ്യവസായം, ഇതിനെയെല്ലാം ശക്തിപ്പെടുത്താനുള്ള വലിയ ഒരു ആയുധം തന്നെയാണ് കുട്ടികളുടെ അറിവും വിദ്യാഭ്യാസ രംഗത്തെ നമ്മളുടെ നേട്ടങ്ങൾ. വ്യാപാര വാണിജ്യ മേഖലയിലെല്ലാം ഉള്ള നൂതന ചലനങ്ങൾ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യാപാര സമൂഹമുണ്ട്. പല വ്യാപാര സുഹൃത്തുക്കളെയും അവരുടെ യങ് ജനറേഷനിലെ അവരുടെ കുടുംബാംഗങ്ങൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ കണ്ണൂരിൽ യൂണിറ്റ് പ്രസിഡന്റ് റെജി തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, മർച്ചന്റ് ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞിമൂസ ഹാജി, രക്ഷാധികാരി MJ ജോണി, കോർഡിനേറ്റർ K അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് PP കുഞ്ഞൂഞ്ഞ്, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് വർഗീസ്, പൈഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ശശിധരൻ നായർ, മെട്രോ യൂണിറ്റ് സെക്രട്ടറി സോബിൻ തോമസ്, ട്രഷറർ സജിൻ NK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. പൂളക്കുറ്റിയിലെ കുടക്കച്ചിറ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മുതിരങ്ങാട്ട് കുടുംബാംഗമാണ്. ഭർത്താവ് പരേതനായ KC ജോസഫ്, മേഴ്സി, ജോസഫ്, സന്തോഷ് എന്നിവർ മക്കളാണ്. ആലച്ചേരിയിലെ നമ്പ്രത്ത് ബാലൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ സരസ്വതി. ബിജു, ബിന്ദു, പീന, ഷൈജു എന്നിവർ മക്കളാണ്. വെള്ളുവ രോഹിണി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഭർത്താവ് ചാത്തുക്കുട്ടി, സരസ്വതി, വിജയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂട്ടുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കാറിൽ കയറിയ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ബേപ്പൂർ സ്വദേശി യാസർ അറാഫത്ത്. ഭക്തജനസാഗരത്താൽ തിങ്ങി നിറഞ്ഞ് കൊട്ടിയൂർ അക്കരെ സന്നിധാനം. ഭക്തജനസഹസ്രങ്ങൾ ഒഴുകിയെത്തിയത് വലിയ ഗതാഗതക്കുരുക്കിന് വഴിവെച്ചു. ഇരിട്ടി ഗ്രീൻ ലീഫ് പാർക്കിലെ മരം കടപുഴകി വീണു. പാർക്കിൽ ആളില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.